പ്രതിപക്ഷ നേതാവ് ഒരു ആക്ഷേപം ഉന്നയിച്ചു. CM ഉപയോഗിച്ച കപ്പിലെ ആ പേര് ജീവിതക്കൊപ്പം എന്നുള്ളതിപ്പോൾ മാറ്റി പറയുന്നു. അവിടെ നമ്മൾ എല്ലാവർക്കും അറിയാലോ. ഞാനിപ്പം അവൻ എന്നാണ് പറയാൻ പോകുന്നത്. അവളോടൊപ്പം ആരായിരുന്നു, അവരോടൊപ്പം ആരായിരുന്നു, എല്ലാവർക്കും അറിയാം. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും അവളോടൊപ്പമായിരുന്നു. ഞാനും ആ നില തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അവനോടൊപ്പം നിന്നവരാരാ? ഈ ചോദ്യം ഇപ്പം എന്നോട് ചോദിക്കാൻ തയ്യാറായ നിങ്ങളല്ല, പ്രതിപക്ഷ നേതാവടൊക്കെ അല്ലേ. പ്രതിപക്ഷ നേതാവടൊക്കെ ഉള്ള ആൾക്കാർ എന്താ ചെയ്തത്? അവനെ പവിത്രീകരിക്കാൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിയില്ലേ? വലിയ ഇടപെടലുകൾ നടത്തിയില്ലേ? സംരക്ഷിക്കുകയല്ലേ ചെയ്തത്? ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആ ഘട്ടത്തിൽ അവളെ പറ്റി ചിന്തിച്ചോ? ഈ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ മൊത്തമായും ചില്ലറയായും സൈബർ പടയുണ്ടല്ലോ. ആ സൈബർ പടയാകെ ആർക്കെതിരെയാണ് ആക്രമണം അടിച്ചു വിട്ടത്? അവൾക്കെതിരെയല്ലേ? അതല്ലേ നമ്മൾ കണ്ടത്? ഇപ്പോഴും അതല്ലേ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞങ്ങൾ അന്നും അവരോടൊപ്പമാണ്, ഇന്നും അവരോടൊപ്പമാണ്. കപ്പിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എന്താ കപ്പിന് ഞാൻ ആ കപ്പ് എടുത്ത് പോയത് ഈ അവളൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ടല്ല. ഞാൻ ആ കപ്പിൽ വെള്ളം കുടിക്കുന്നു, അന്നേരം മാധ്യമ പ്രവർത്തകരെ കപ്പിൻ്റെ ഫോട്ടോ കൊടുക്കുന്നു. അത് യാദൃശ്ചികമായി വന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അവളോടുള്ള സമീപനത്തിൽ ഞാൻ മാറ്റം വരുത്തിയെന്നല്ല. കപ്പൻ്റെ കയ്യിലെന്ന് വന്നത് യാദൃശ്ചികമായിട്ടാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി മറ്റതെല്ലാം ബോധപൂർവമാണ്. അവളോടൊപ്പം നിന്നതും ഇപ്പോൾ നിൽക്കുന്നതും. ഇനി ആർക്കെങ്കിലും അങ്ങനെ ദുരനുഭവം ഉണ്ടായാൽ അവരോടൊപ്പം നിൽക്കുന്നതും എല്ലാം ഞങ്ങളുടെ ഒരു നിലപാട് തന്നെയാണ്. ആ നിലപാടിൻ്റെ ഭാഗമായി ഞാൻ സ്വീകരിക്കുന്ന നിലപാടാണ്. അത്രയും അതിനെ കാണേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ ഈ അവൻ എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ആളുടെ ഭാര്യയായിരുന്നു ഇത്. ഭാര്യയുടെ ഭാഗമായിട്ടായിരുന്നു ഈ പ്രശ്നം വന്നത്. അവന്റെ ഭാര്യ അത്തരം ഒരു സംഭവത്തിന്റെ പരാതിയുമായിട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും കുടുംബ പ്രശ്നമായിരുന്നു? നാട് മുഴുവൻ വ്യഭിചരിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു? അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത്? എന്തൊരു സംഘമായിട്ടാണിത് മാറിയത്? നിങ്ങളൊക്കെ സാംസ്കാരിക കേരളത്തിന് അതുപോലെയല്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ചോദ്യം വന്നത്? എന്താ ഞാൻ പറഞ്ഞു തീരട്ടെ? നിങ്ങൾ ചോദിച്ചതിന് ഞാൻ പറയണം. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയും. അതിന് നിങ്ങൾ ക്ഷമിക്കുക. ഗണേഷ് കുമാറിന്റെ കുടുംബമാണ്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ എടുത്തിയാലും ചെയ്യേണ്ടതല്ല. അവരുടേതായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. പിന്നെ ഇതിനാ ഞങ്ങൾ ഇടപെടേണ്ട കാര്യം വന്നിട്ടില്ല. അതാണ് കാര്യം.